ഒരു 20 കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. കേരള സ്റ്റോറി വിവാദങ്ങളിൽ സിനിമയെ അനുകൂലിക്കുന്നവർ ആവർത്തിച്ച് പറയുന്നത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ നടത്തിയ ഒരു പ്രസ്താവനയാണ്. കേരളത്തെ ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാക്കാൻ ശ്രമം നടക്കുന്നതായി വി എസ് സ്ഥിരീകരിച്ചു എന്നാണ് സിനിമയുടെ സംവിധായകർ തന്നെ പറയുന്നത്. എന്താണ് വി എസ് പറഞ്ഞത്? മുസ്ലിം സമുദായത്തെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്, അതോ ഏതെങ്കിലും തീവ്രവാദ സംഘടനയെ ലക്ഷ്യമിട്ടാണോ? ഇതിന് തെളിവ് ഭൂമി കുഴിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല, വെറും 13 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. ആദ്യം NDF എന്ന പേരിൽ തുടങ്ങിയിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ട്രെയിനിങ്ങും പണവും ആയുധങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് ആളുകളെ വൈരുദ്ധ്യമുള്ളവരും വിരോധമുള്ളവരെയും കൊല്ലിക്കും. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൈവിട്ട് എടുക്കുക, കാര്യമായിട്ട് ഇതൊക്കെയാണ് അവരുടെ പരിപാടി. അപ്പോൾ അത് ആളുകൾ മനസ്സിലാക്കി ഇവർ നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് 15 പിന്നെ ദേശീയവാദികളും എല്ലാ രാജ്യസ്നേഹികളും പിന്നെ പ്രകടനത്തിൽ പങ്കെടുക്കുമല്ലോ, അതിൻ്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിൽ പങ്കെടുക്കുക. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക, മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത്. 2010 ജൂലൈ 24 ഡൽഹിയിൽ വെച്ചാണ് ഈ പറഞ്ഞ പ്രസ്താവന ഉണ്ടായത്. പോപ്പുലർ ഫ്രണ്ട് നടത്താനിരുന്ന ഫ്രീഡം പരേഡ് വിവാദമായ പശ്ചാത്തലത്തിലായിരുന്നു ഇത്. ഇതിന് തൊട്ട് തലേന്ന് അന്നത്തെ CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടും ഇസ്ലാമിന്റെ പേരിലുള്ള തീവ്രവാദത്തിന്റെ ഭീഷണിയെക്കുറിച്ച് പറഞ്ഞത്. NDF-നെയും അതിന്റെ പുതിയ അവതാരത്തെയും പേരെടുത്ത് പറഞ്ഞ അവരുടെ പ്രചാരണങ്ങളെയും ലക്ഷ്യങ്ങളെയും എണ്ണി പറയുന്നതാണ് വി എസിന്റെ വാക്കുകൾ. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുകയും സർക്കാർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ് കേരളം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാകാൻ പോകുന്നു എന്ന് ഒരു മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു എന്ന പേരിൽ പ്രചാരണം നടത്തുന്നത്. ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ള നമ്മുടെ നാടിനെ ഇസ്ലാമിക രാജ്യമാക്കാനോ ഹിന്ദു രാജ്യമാക്കാനോ മറ്റേതെങ്കിലും മതത്തിന്റെ പേരിലുള്ള രാജ്യമാക്കാനോ ആര് ശ്രമിച്ചാലും ആരാഗ്രഹിച്ചാലും തെറ്റ് തന്നെയാണ്.